ഹായ് ഫ്രണ്ട്സ്, മലമ്പുഴ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് ഫാമിൻ്റെ കാഴ്ചകളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് അനിലേട്ടനാണ്. നമുക്ക് ഇവിടുത്തെ ഫാമിലെ കാഴ്ചകളും ചെടികളെയൊക്കെ പരിചയപ്പെടുത്തി തരുന്നത് അനിലേട്ടനാണ്. ഇത് ഔഷധ സസ്യങ്ങളുടെ ഒരു പ്ലാന്റാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പേ നമുക്ക് പച്ചക്കറി വിത്തുൽപാദനത്തിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് ഇവിടേക്ക് മടങ്ങി വരാം. ഫാമിലെ പച്ചക്കറി തൈ ഉത്പാദിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായി വിത്ത് ഇടുന്ന പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിര കമ്പോസ്റ്റ് മിശ്രിതമാണ് ഈ ട്രേകളിൽ ശിശുമരം നിറച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് വിത്ത് ഇടുക. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തക്കാളി വിത്തിൻ്റെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വിത്ത് എല്ലാം നട്ടതിന് ശേഷം ഈ ട്രേകളെല്ലാം നമ്മൾ പോളി ഹൗസിലേക്ക് മാറ്റും. അവിടെ കൊണ്ടുപോയി ആവശ്യത്തിന് നനവും വെളിച്ചമെല്ലാം കിട്ടുന്ന രീതിയിൽ വിത്ത് മുളയ്ക്കുന്നതിനാവശ്യമായ സാഹചര്യത്തിൽ അവിടെ പോളി ഹൗസിൽ വയ്ക്കും. കുട്ടി മിക്സ് നടത്തിയതിന് ശേഷം മിക്സ് ചാമ്പറിൽ ആദ്യപടിയായിട്ട് വെക്കുന്ന രീതിയാണിത്. ഏകദേശം ഒരു 7-8 ദിവസം കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ പരുവം എന്നിട്ട് ഒരു 10-ൻ്റെ ഉള്ളിൽ അത് ക്ലൈമറ്റിനനുസരിച്ച് ഈ പരുവം ഒരു മാസം നമ്മൾ പിന്നെ തൈ നിലത്ത് വെക്കേണ്ടത് 45 ദിവസം ആകുമ്പോഴേക്ക് ഇത് മുഴുവൻ ഇറക്കണം. 40 ദിവസം കൊണ്ട് പൂർത്തിയാവും. തൈ ഇറക്കി മണ്ണിൽ വെക്കും. വഴുതിന, ഇത് തക്കാളി, വെണ്ട, ഇത് വഴുതന,
ഇത് വെണ്ടയ്ക്ക, വെണ്ട. പിന്നെ തക്കാളി വേണം. ആദ്യം നമ്മൾ കുഴി തൈര് നേരത്തതിന് ശേഷം വെള്ളം ഇടുക. വളം ഇപ്പം ഞങ്ങളിവിടെ 4 വണ്ടി വെള്ളം ഇടുക. അടിയിൽ 4 വണ്ടി വളം നേരത്തെ ശേഷം നമ്മുടെ ഈ തീമക്കൊന്നില്ലേ, ഈ തീമക്കൊന്ന് നമ്മൾ തുറച്ചിടും. ഒരു ലെയർ ഇടും. ഇപ്പൊ നമ്മൾ വളം ഇത്രയ്ക്ക് ഇട്ടെങ്കിൽ തീമക്കൊന്ന് കുറച്ച് ഒരു ലെയർ, നല്ലൊരു ലെയർ ഇടും. ഒരു 3-4 കെട്ട് വേണം. ഇട്ട ശേഷം വീണ്ടും വളം ഇടും, വീണ്ടും തീമക്കൊന്നിടും. ലാസ്റ്റ് ഇതുപോലെ വളമായിരിക്കണം പുറത്ത്. ലാസ്റ്റ് ഇത് വളം വരണം. അതാണ് ഇതിന്റെ കണക്ക്. പിന്നെ നമ്മള് 15 ദിവസം ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ പുഴുവില്ലേ, വെർമി കമ്പോസ്റ്റിന്റെ ചെറിയ പുഴു ഇതിലിടണം 15 ദിവസം കൊണ്ട്. അപ്പോൾ പിന്നെ 6 മാസം, എങ്ങനെ 5 മാസം ആവണം ഇതുപോലെ പൊടിഞ്ഞു കിട്ടാൻ. 5 മാസം പിടിക്കും. പിന്നെ നമ്മുടെ ഈ വെള്ളമില്ലേ, ഈ വെള്ളം എന്തിനറിയോ, ഇതിനകത്ത് ഉറുമ്പ് കയറാൻ. ഇതോ നഷ്ടം. അതാണ് ഇതിൻ്റെ ഫാമിലെ മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റാണിത്. അതിനെക്കുറിച്ചാണ് ചേച്ചിക്ക് സംസാരിച്ചത്. മണ്ണിര കമ്പോസ്റ്റ് അത് ഫിൽട്ടർ ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്നത്, ഈ ചേച്ചിമാർ ചെയ്യുന്നത്. ഇനി അടുത്തതായി നമുക്ക് ഫാമിലെ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടാം. സ്റ്റീവിയ അഥവാ മധുര തുളസി എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് ബ്രഹ്മി, ഇത് മിന്റ് തുളസി വെറൈറ്റിയിൽപ്പെട്ട ഒരു ഐറ്റമാണ് മിന്റ് തുളസി. ഇത് പനിക്കൂർക്ക, ഇത് കിരിയാത്ത എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. കിരിയാത്ത, ഇത് ചിറ്റരസ എന്ന് പറയുന്ന ഐറ്റം. ചീന തുളസി വെറൈറ്റിയിൽപ്പെട്ടതാണ് തുളസി. ഇത് രാമതുളസി. ഇത് കേശകാന്തി അഥവാ കേശവർദ്ധിനി എന്ന് പറയുന്ന ഒരു ഐറ്റം. ഇത് ചിക്രുമണി അഥവാ പ്രഷർ ചീര എന്ന് പറയുന്ന ഐറ്റം. വേലിച്ചീര എന്നും പറയും ഇത്. പിന്നെ ഇത് പിപ്പലി എന്ന് പറയുന്ന ഐറ്റമാണ്. ഇത് രാമച്ചം എന്ന് പറയുന്ന ഐറ്റം. രാമച്ചം. പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്ന ഐറ്റം. ഇത് ഏറ്റവും പ്രിയപ്പെട്ടാണ്. ചായാമൻസ എന്ന് പറയുന്ന ഐറ്റമാണ്. ചീരയാണ്. ചീര വെറൈറ്റിയിലെ ചായാമൻസ എന്ന് പറയുന്ന ഐറ്റമാണ്. എന്ന് പറയുന്ന ഐറ്റമാണ്. ബോൺ സെക്ടർ എന്ന് പറയും. ചങ്ങലമരണ്ട എന്ന് പറയുന്ന ഐറ്റമാണ്. ഇത് കറ്റാർ വാഴ എന്ന് പറയുന്ന ഐറ്റമാണ്.
എല്ലാ വർഷവും ഉത്പാദിപ്പിക്കുന്ന കുരുമുളക് വള്ളിയുടെ വൻ ശേഖരമാണ് ഇത് കാണാറുള്ളത്. ഓക്കെ, കുരുമുളക് തൈ ഇത് വന്നിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു 4-5 ലക്ഷം കമ്പ് കിട്ടും. ഈ 4-5 ലക്ഷം കമ്പിൽ നമുക്ക് ചിലതൊക്കെ കേട് വന്നു പോകും. അപ്പോഴും ഒരു 2 ലക്ഷം 2.5 ലക്ഷം ഒക്കെ കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒട്ടനവധി കൃഷിഭവനുകളിലേക്ക് നമ്മളാണ് സപ്ലൈ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞ് കാസർഗോഡ് ജില്ലയ്ക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കൃഷിഭവനുകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം പിന്നെ തെങ്ങും തൈ, ഗ്രോ ബാഗ്, ഈ 3 എണ്ണമാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. പിന്നെ തൈകൾ, പച്ചക്കറി തൈ, പിന്നെ മറ്റു തൈകളും കൊടുക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വരുമാനം. ഇതാണ് സീമക്കൊന്ന ചെടികൾ. നമ്മൾ മണ്ണീര് കമ്പോസ്റ്റിന് ഉപയോഗിക്കുന്ന സീമക്കൊന്നകളാണ് ഇതെല്ലാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് അലങ്കാര സസ്യങ്ങളുടെ ഒരു പ്ലാന്റിലേക്കാണ്. മലമ്പുഴ ഫാമിലെ ഓർണമെന്റൽ ശേഖരം. ഇത് എക്സോറ എന്ന് പറയുന്ന തെച്ചി എന്ന് പറയുന്ന ചെടിയാണ്. ഇത് വെരിഗേറ്റഡ് പനിക്കൂർക്ക. ഇത് വൈറ്റ് അരേലിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഹമേലിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ കാഴ്ചകൾ. ഇനി ഇതിൻ്റെ 3rd പാർട്ടും കൂടി ഉണ്ട്, അതും കൂടി എല്ലാവരും ഒന്ന് കാണണം. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ.